ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയ്ക്ക് സമീപമുള്ള കരുമാടി എന്ന ഗ്രാമത്തിൽ നിന്ന് കണ്ടെത്തിയ ചരിത്രപ്രസിദ്ധമായ ബുദ്ധ പ്രതിമയാണ് കരുമാടിക്കുട്ടൻ. 9-ാം നൂറ്റാണ്ടിലോ 10-ാം നൂറ്റാണ്ടിലോ നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഈ പ്രതിമ പണ്ടുകാലത്ത് കേരളത്തിൽ പ്രത്യേകിച്ച് കരിനിലയങ്ങൾ നിറഞ്ഞ കുട്ടനാടൻ മേഖലകളിൽ ബുദ്ധമതം എത്രത്തോളം പ്രചാരണത്തിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണിത്. നൂറ്റാണ്ടുകളോളം കരുമാടിയിലെ തോട്ടിൻകരയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ഈ ശിലാപ്രതിമ. 1930കളിൽ തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ പ്രത്യേക താൽപ്പര്യപ്രകാരമാണ് ഇതിൻ്റെ ചരിത്രപ്രാധാന്യം തിരിച്ചറിഞ്ഞ് വീണ്ടെടുത്തതും സംരക്ഷിച്ചതും. കറുത്ത മണൽക്കല്ലിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് പത്മാസനത്തിൽ ധ്യാനനിരതനായിരിക്കുന്ന ബുദ്ധൻ്റെ രൂപമാണിത്. തലമുടിയിലെ ചുരുളുകളും ഇടംതോളിലൂടെ പോകുന്ന സംഘാടി, അതായത് ചീവര വസ്ത്രം എന്നിവ ബുദ്ധ പ്രതിമകളുടെ തനത് ശൈലി വ്യക്തമാക്കുന്നു. ഈ പ്രതിമയുടെ ഇടതുഭാഗം, അതായത് കൈയും വശവും തകർന്ന നിലയിലാണ്. സാമൂതിരിയുടെ പടയോട്ടക്കാലത്തോ അല്ലെങ്കിൽ ഡച്ച് പോർച്ചുഗീസ് അധിനിവേശ കാലത്തോ സംഭവിച്ച ആക്രമണത്തിലാണ് ഇത് തകർന്നതെന്ന് ഒരു വിഭാഗം ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. അതല്ല, വഞ്ചിയിടിച്ച് അപകടം സംഭവിച്ചതാണെന്നും ചില നാടോടി കഥകളിലുണ്ട്. കേരളത്തിൽ ഒരു കാലത്ത് ബുദ്ധമതം ശക്തമായി നിലനിന്നിരുന്നുവെന്നും പിന്നീട് അത് ഹൈന്ദവതയിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്തത് ആകണമെന്നും ഉള്ള ചരിത്ര വസ്തുതയ്ക്ക് വലിയൊരു തെളിവാണ് കരുമാടിക്കുട്ടൻ. കളർകോട്, മാവേലിക്കര, കുന്നത്തൂർ എന്നിവിടങ്ങളിൽ നിന്നും സമാനമായ ബുദ്ധപ്രതിമകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് സ്റ്റേറ്റ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സംരക്ഷണയിലാണ് കരുമാടിക്കുട്ടൻ. കരുമാടി തോട്ടുവരമ്പിൽ പ്രത്യേകം മണ്ഡപം നിർമ്മിച്ച് ഈ പ്രതിമ പൊതുജനങ്ങൾക്കായി സംരക്ഷിച്ചു പോരുന്നു. കുട്ടനാട് സന്ദർശിക്കുന്ന സഞ്ചാരികളുടെ ഒരു പ്രധാന ആകർഷണം കൂടിയാണിത്.